മനസ്സുതിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാനിന്ന് കണ്ട്. എന്താണ് ശരിയാണ്, നമ്മുടെ ഒരു വ്യക്തിയാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ് സിൽക്കി സ്മിത മാം. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമിനെ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ എടുക്കേണ്ടതെന്ന് വിചാരിച്ചാലുണ്ടല്ലോ എന്നേലൊക്കെ മുന്നിലോട്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്ത് പോകും. അതാണ് മിക്കപ്പോഴും സംഭവിക്കുന്നത്. ഇവരുടെ വീഡിയോ എടുക്കേണ്ട, എന്നേലൊക്കെ നമുക്ക് ചെയ്യണം എന്നോർത്തിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരി വീണ്ടും ഒരുപാട് ഡയലോഗ് അടിച്ചുകൊണ്ട് വരുന്ന കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഇവരുടെ വീഡിയോ തന്നെ വീണ്ടും എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇനി ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചിലരൊക്കെ പറയും, അവൾക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല, അവൾക്ക് റിയാക്ട് ചെയ്തിട്ട്. ഇങ്ങനെയും കുറേ എണ്ണങ്ങളൊക്കെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ടല്ലോ. പിന്നെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. അപ്പം ആദ്യം തന്നെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, രേണുവിനെ ഒരു എല്ലിപ്പെട്ടി വരച്ച് അതിൻ്റെ മുന്നിൽ നിർത്തിയ ഒരാൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് അത് കണ്ടു നോക്കിയേച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. മനസ്സുതിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാനിന്ന് കാണിച്ചു. പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. എൻ്റെ പടം വരച്ചാണ്. പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ്, അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്, എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇത് ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. ഇതാണ് അയാളുടെ പ്രൊഫൈല്. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല. എനിവേ, നിങ്ങളൊരു നല്ല കലാകാരനാണെങ്കിൽ ഇങ്ങനെയല്ല, മനുഷ്യരെ കുത്തി നോവിച്ചുകൊണ്ടല്ല കല ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊക്കെ പല കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ബാഡ്, ഇത് ഭയങ്കര ബാഡായിപ്പോയി. സോ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം ഇവർ ആ ഒരു ബോഡി ഷെയിം ചെയ്തതിന് ഞാൻ യോജിക്കുന്നില്ല. കാര്യം ഇവർ കാണിക്കുന്ന മൊത്തം തോന്നിവാസങ്ങളാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇവർ കാണിക്കുകയും ചെയ്യുന്ന മൊത്തം തോന്നിയാസങ്ങൾ തന്നെയാണ് അല്ലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഒരാളെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യേണ്ട കാര്യമില്ല. പലർക്കും പല സൗന്ദര്യമാണ് ദൈവം കൊടുത്തേക്കുന്നത്. ഒരേപോലെ എല്ലാവരും സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയൊക്കെ ഇരുന്നെങ്കിൽ നമുക്ക് ആരെയും കളിയാക്കണ്ട. ബോഡി ഷെയിം ഒന്നും ഞാൻ ഇതുവരെ ഇവരങ്ങനെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ഇവർ കാണിക്കുന്ന കോലങ്ങൾക്ക് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി കൂടി പോയെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. രേണു അത് ഇച്ചിരി സെൻറ്റിയായിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്നെ ചെയ്ത് വിളിക്കാൻ വരണ്ട കേട്ടോ. ഇവൾക്ക് സപ്പോർട്ട് നിൽക്കുന്നു പറയും. സപ്പോർട്ട് നിൽക്കുമല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു മനുഷ്യനെ നമുക്ക് വിമർശിക്കാം, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അല്ലാതെ ഒരു എലിപ്പെട്ടിയോട്. പിന്നെ ഒരു കാര്യമുണ്ട്, രേണു ഇതിനകത്ത് പറയുന്നു കലാകാരന്മാരിങ്ങനെ ആകരുത്. നിങ്ങൾ കലയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ എന്നതൊക്കെയാണ് ഒന്നത്. രണ്ടാമത്, നിങ്ങളെ ആരെന്നാ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് മായ എന്നും പറഞ്ഞ് നിങ്ങൾ വിട്ടു. ഇങ്ങനെയുള്ള ഓരോ കമൻറ്റുകൾ വന്ന് ഇതിനകത്തൂടെ പറയുമ്പം, ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓർക്കണം, ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന നിങ്ങളെന്ന്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയും തോറും ആൾക്കാർക്ക് നിങ്ങൾക്കൊരു വിഷയമില്ല, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കാണിച്ചേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു പല്ലിന്ന് വിളിച്ചാൽ എനിക്ക് വിഷയമില്ല, എന്നാ ഓന്തെന്നോ അരണേന്നോ ഏതാണ്ടൊക്കെ വിളിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് വന്ന് പറഞ്ഞത്. അതൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലായിരിക്കും ആ കലാകാരൻ ഉദ്ദേശിച്ചത്, ഇതും ആസ്വദിക്കുമായിരിക്കും. പിന്നെ ഈ എലിപ്പെട്ടിയും ഇതും രേണു എടുത്ത് റിയാക്ട് ചെയ്ത് ഈ ഒരു വീഡിയോ ഞാനിപ്പം രേണു ഇങ്ങനെ ഇട്ടപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഞാനത് കണ്ടില്ല. പക്ഷേങ്കിൽ വേറൊരു കാര്യം, ഫേസ്ബുക്ക് മുഴുവനും കിടന്ന് ഒഴുകുന്നുണ്ടല്ലോ. ഞാൻ ഇതിൻ്റെ സൈഡിൽ ആ വീഡിയോസ് കാണിക്കുന്നില്ല, നിങ്ങൾ പലരും കണ്ടു കാണും. ഒരു പോത്താൻ തോന്നുന്നു, നാക്കുകൊണ്ട് ഇട്ടിങ്ങനെ എടുക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ രേണുവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ, രേണു നാക്കുകൊണ്ട് ഇട്ട് കാണിക്കുന്നതിന്. അതിന് രേണുവിന് പരാതിയൊന്നുമില്ലേ? അതിന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലേ ആ കാണിച്ചതിനൊന്നും? നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുന്നത്. ഞാൻ ഇയാൾ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുമല്ല കേട്ടോ, കാണിച്ചത് തെറ്റ് തന്നെയാണ്. ഒരാളെ ബോഡി ഷെയിം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല അയാൾക്ക്. കാര്യം അവർ ചെയ്യുന്ന കാര്യത്തിന് വിമർശിക്കാം നമുക്ക്, പക്ഷേ അങ്ങനൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഈ ഓരോ കാര്യങ്ങളും വന്ന് കാണിക്കുകയും എന്നാ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഞാനത് എൻജോയ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് ഒരു മോശം വാക്കുകൾ വരെ നിങ്ങൾ പറഞ്ഞേച്ച് നിങ്ങൾ എൻജോയ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ തന്നെ വിഷമിച്ച് വന്ന് നിങ്ങളൊരു വീഡിയോ ചെയ്യേണ്ടി വന്നില്ലേ? നിങ്ങൾ നല്ലപോലെ മൂഡ് ഓഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ പല വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളെ നേരിട്ട് കണ്ടു നോക്ക്. എന്നെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ സുന്ദരിയാണോ ഇല്ലെന്നറിയാം. നേരിട്ട് കാണുമ്പോഴും അല്ലാതെ കാണുമ്പോഴും ഒക്കെ സുന്ദരിയോ സുന്ദരനല്ലായിരിക്കട്ടെ, അതൊക്കെ ഓരോരുത്തർക്ക് ദൈവം തമ്മിലും കൊടുക്കുന്നതാണ്. അതിന് വേറൊരാൾ കളിയാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ രൂപത്തെ ആയിരിക്കുമല്ലേ കളിയാക്കിയത്. ഓന്ത് അരണ എലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ഓന്ത് അരണ പിന്നെ എന്നായിരുന്നു ഈയിടയ്ക്ക് വേറെ കുറുനരി, ഇങ്ങനെയൊക്കെ ഓരോ പേരുകൾ വന്നപ്പോഴത്തേക്ക് നിങ്ങളത് ആസ്വദിക്കുന്നു. അങ്ങനെ കിട്ടാൻ എനിക്ക് മായ എന്ന് പറഞ്ഞപ്പം പുള്ളി ഓർത്ത് കാണും, പുള്ളീനെ എടുത്ത് അങ്ങനെ റിയാക്ട് ചെയ്യുമെന്നായിരിക്കും വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന പുള്ളിയും വിചാരിച്ച് കാണുകയില്ല. എന്നാൽ ഇവർ ശരിക്കും
ജെനുവിനായിട്ടാണ് തോന്നി വിഷമിച്ച് ഈ പറയുന്നത് കണ്ടിട്ട്. ഇവർ പല സമയത്തും പല രീതിക്ക് വരും. ഇനി 2 ദിവസം കഴിയുമ്പോഴെങ്കിൽ ഈ ഫോട്ടോയും കൊണ്ട് ഒന്നിച്ച് പറയും എനിക്ക് മറ്റതാണ് മറിച്ചാണെന്ന് റിയാക്ട് ചെയ്യും. ചില സമയത്ത് ഇവർ ഇങ്ങനെ വന്ന് പറയും. ഇവർക്ക് തന്നെ അറിയില്ല. പിന്നെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു അവസ്ഥ എന്നാന്ന് ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്തവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളായിട്ട് കാണിച്ചു വെച്ച് നിങ്ങളായിട്ട് നാണക്കേട് വരുത്തി വെച്ചേക്കുന്ന അവസ്ഥയെ നിങ്ങൾക്കുള്ളൂ. അല്ലാതെ ഒരു സമൂഹമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ കാണിച്ച് കൂട്ടിയ സബിനകത്ത് നിങ്ങൾ കാണിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ് പുറത്തോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ കൂടുതലും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ഡബിൾ മീനിങ്ങിലേ പറയത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്കറിയാതെ നിങ്ങൾ പറയുന്നതിൻ്റെ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ ആ ഒരു ഭാവം ഒന്നും കാണിക്കും. നിങ്ങൾക്ക് ശരിക്കും അഭിനയിക്കാൻ നിങ്ങൾ എപ്പോഴാണെന്ന് അറിയാം. നിങ്ങൾ ഈ മാതിരി കോലഘട്ടത്തിൽ കാണിക്കുമ്പോഴാണ്. പക്ഷേ ശരിക്കും നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ ഒന്ന് അഭിനയിക്കാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങളത് കുളവാക്കുകയും ചെയ്യും. നിങ്ങൾ തന്നെ വന്ന് ഓരോ കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് ഓരോ രീതിക്ക് നമ്മൾ കുറച്ചൊക്കെ ഈ ഓഡിയൻസിനെ നമ്മൾ പേടിക്കുക തന്നെ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുജനം പല വിധമാണ്. അവർക്ക് അഭിപ്രായങ്ങൾ പലത് കാണും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും വരികയില്ല. മല്ലു ഫാമിലി അതോ പെപ്പർ ഫാമിലി അങ്ങനെ ഒരു ഇതുണ്ടല്ലോ രേണുവിനെ എപ്പോഴും എടുത്ത് മല്ലു ഫാമിലി അങ്ങനെയാണെന്ന് തോന്നുന്ന ചാനലിൻ്റെ പേര് കേട്ടോ. രേണു ഇറങ്ങിയ സമയം മുതൽ അവർ റിയാക്ട് ചെയ്യുന്ന കഴിഞ്ഞ ദിവസം അവർ കാണിച്ചായിരുന്നല്ലോ. ശരിക്കും എടുത്തിട്ട് അലക്കായിരുന്നല്ലോ ആ ഒരു വീഡിയോ. എത്ര പേര്, ഒരാൾ തന്നെയല്ല ഒരുപാട് റീൽസായിട്ട് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോന്നും കാണിക്കുമ്പോൾ നിങ്ങളെ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ മൊത്തം നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എതിരായിട്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ വീഡിയോയ്ക്കൊന്നും റിയാക്ട് ചെയ്യാറില്ലെന്ന്. നിങ്ങൾ എത്ര വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തിരിക്കുന്നു? വീവിയും മനുവും പിന്നെ വിച്ചുവും കൂടി ഇരുന്നൊരു വീഡിയോ ചെയ്തതിന് നിങ്ങളത് ഡാനിസത്തിനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നതെല്ലാം ബഹളങ്ങൾ ഉണ്ടാക്കി കിടന്ന്. നിങ്ങൾ പറയാറുണ്ട് കമൻറ്റുകൾ നിങ്ങൾ നോക്കാറില്ലെന്നല്ല. നിങ്ങൾ എല്ലാ കമൻറ്റുകളും നോക്കാറുണ്ട്. അതിന് നിങ്ങൾ കിടന്ന് ബഹളം വെച്ച് മറുപടി കൊടുത്തു. ഷെബീന ബീബി വന്ന് ഇതുവരെ പ്രാവശ്യം നിങ്ങൾ ചീത്ത വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ റിയാക്ട് ചെയ്യും കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അതേസമയം നിങ്ങളെപ്പറ്റി വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ റിയാക്ട് ചെയ്യല്ല, നിങ്ങൾ മൗനമായിട്ടിരിക്കും. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നിനും റിയാക്ട് ചെയ്യല എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്കും അറിയാം. ഈ ഓഡിയൻസിന് മുന്നിലേക്ക് വരുന്ന സത്യങ്ങളാണെന്ന് അറിഞ്ഞാൽ നിങ്ങളൊന്നും പറയത്തില്ല. നിങ്ങളത് റിയാക്ട് ചെയ്യാനോ ആ വശത്തേക്ക് നിങ്ങളും നിങ്ങളുടെ ആൾക്കാരും വരികയില്ല എന്നുള്ളതാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്തെടുക്കുന്ന ആരും വരികയില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇതുപോലൊരു ഇതും കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് അത് ഉടനെ എല്ലാവരും വരും സപ്പോർട്ട് ചെയ്ത് വന്ന് അവരൊന്ന് നിങ്ങളെ ഒന്ന് വെളുപ്പിച്ച് തുടങ്ങും. നിങ്ങൾ അടുത്ത സംഭവം എടുത്തിട്ട് കഴിയും. ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ എത്ര പേരെടുത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇട്ടിട്ടുണ്ടെന്ന് അറിയാം. അവർ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾ അടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചോക്ലേറ്റ് തിന്നുന്ന രീതി കാണിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണ ഒരു ചോക്ലേറ്റ് ഒരു മുട്ടായി കിട്ടിയാൽ നമ്മൾ അത് പൊളിച്ച് നമ്മളങ്ങ് കഴിക്കും. ഇത്രയും ഗോഷ്ടി കാണിച്ച് കഴിക്കത്തില്ല. കമ്പനിക്കാർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ പറഞ്ഞേട്ടോ. മിക്കവാറും അവർ കൊടുക്കും ഇങ്ങനെയൊക്കെ കാണിച്ചാൽ. അവരൊരു ചോക്ലേറ്റിനെ ഇത്രയും വൾഗറായിട്ട് ഒരു ചോക്ലേറ്റ് തിന്നുന്ന രീതി കാണിച്ചാൽ അവർ നടപടി എടുക്കാൻ മിക്കവാറും സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു ചോക്ലേറ്റ് തിന്നുന്ന രീതി കാണിച്ച് നിങ്ങൾ ഇങ്ങനെ ഇത് തന്നെയല്ലെന്നേ. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ കാണിക്കുന്നിട്ട് നിങ്ങൾ ഒരു ന്യായീകരണമുണ്ട്. നിങ്ങളുടെ ഭയങ്കര ന്യായീകരണമാണ് ഒന്നിച്ച്. ഞാൻ ചുണ്ടു പൊട്ടിയിരുന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്. നിങ്ങൾ റിയാക്ട് ചെയ്യുന്നൊരു കാര്യം ഞാനതാണ് പറഞ്ഞത്. നിങ്ങൾ രേണുസുധിയുടെ വീഡിയോ ലീക്കായി എന്ന് പറഞ്ഞ് നിങ്ങൾ വന്നപ്പം അതിനകത്ത് വെച്ച് എത്ര പേര് റിയാക്ട് ചെയ്യുന്നറിയാമോ? എത്ര പേര്. നിങ്ങൾ നല്ലത് ചെയ്ത് നല്ലത് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളെ റിയാക്ട് ചെയ്ത് പോകുന്നത് നിങ്ങൾ കാണിക്കുന്ന രീതി കൊണ്ടാണ്. ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് ഇൻസ്റ്റ കണ്ട കാര്യം രേണു ഈ ഒരു എലിപ്പെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ഞാൻ അത് നോക്കി. അത് കണ്ടുവന്നപ്പോഴത്തേക്കും ഈ ഒരു വീഡിയോ വന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് എടുക്കാമെന്ന് ഓർത്തു. ഈ പറയുന്ന കാര്യങ്ങളും ഇതെനിക്കൊന്ന് ജെയിംസ് ജോയി അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറി ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. എനിക്കും കാണണം ആ ആസ്വദിക്കാനുള്ള വീഡിയോ. കടിക്കെല്ലാം മുറിഞ്ഞിരിക്കുക. അല്ല ചുണ്ടിലെന്ത് കാലാവസ്ഥ കാരണം പൊട്ടിപ്പോയി, അതുകൊണ്ട് വീഡിയോ ലൈവിൽ വന്നത്. ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്നതും ഒരാളെ കുറ്റം കണ്ടുപിടിച്ച് അയാളെ കുറ്റം മാത്രം പറയുന്നതും ഇത് തെറ്റാണ്, മനസ്സിലായോ? പക്ഷെ ഇത് ഞാൻ പറഞ്ഞു കേട്ടാ. ഒരുപാട് പേരിട്ട് ഞാൻ തുണി കുറച്ച് ഊരി കാണിച്ചിട്ട് ഒരുപാട് പേര് അല്ലെ എന്റെ സസ്പെൻഷന്റെ വ്യാപം വന്നത് ഉള്ളവരുണ്ട്. ഈ ഡ്രസ് അടിപൊളിയാണ്. നല്ലത് കണ്ടാൽ നല്ലത് പറയണം. പക്ഷെ നല്ലത് കണ്ടാൽ മാത്രമേ നല്ലത് പറയാവൂ. അല്ലാണ്ട് ഓന്തിനെ കണ്ടു കഴിഞ്ഞാൽ പറയരുത്. രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാനുള്ള ഒരു കഷ്ടപ്പാടാണ് സുഹൃത്തുക്കൾ നിങ്ങൾ കാണുന്നത്. ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേട്ടല്ലോ നിങ്ങൾ. ഇതാണ് ഇതുപോലെ ഒത്തിരി പേരെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും രേണു കണ്ടില്ലായിരുന്നോ?
ഇതൊന്നും രേണു കാണുന്നില്ലേ? ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല കേട്ടോ. ഒരുപാട് ചെറുപ്പക്കാർ പിള്ളേർ ഈ ഒരു കാര്യത്തിലേക്ക് അവർ വന്നിട്ടുണ്ട്, ഈ ഒരു കാര്യത്തിലെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് കുറേ പേര്. അത് എനിക്ക് തോന്നുന്ന ഒരു മധ്യവയസ്ക് എന്നവരാണ് തോന്നിയിട്ട് ഈ കൂടുതൽ ഇവരെ ഈ സപ്പോർട്ട് ചെയ്തിറങ്ങുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ഉള്ള ഈ തലമുറയുള്ള പിള്ളേർക്കൊന്നും ഇതൊന്നും കാണാനൊന്നും താല്പര്യമില്ല, അവരിതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ പ്രായം ചെന്ന് ഈ എന്താ ചൊറിയും കുത്തി മൂലക്കിരിക്കുന്ന കുറേ അമ്മമാരുണ്ട്, കുറേ ഈ ഞരമ്പായിട്ടിരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അവർക്ക് ഭയങ്കര സപ്പോർട്ടും പറയണം, അതുപോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം കാണുകയും ചെയ്യണം. ഇതിനകത്ത് രേണു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ തുണി പറിക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന്. രേണു ഒരു വീഡിയോ എടുക്കുന്നത് ഇതിൽ കൂടുതലൊക്കെ ഇനി എന്നതാണ് ഈ തുണി പറിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതലൊക്കെ കാണിക്കുന്നത് തുണി പറിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുക. അതിനകത്ത് ഞാൻ ഇവരുടെ വീഡിയോ ഇവർ കാണിക്കുന്ന വൃത്തിയോടൊന്നും ഞാൻ കുറച്ചൊക്കെ മറച്ചൊക്കെ കാണിക്കത്തുള്ളൂ. എനിക്ക് നമ്മുടെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നാണക്കേട് തോന്നും, ഇവർ ഈ കാണിക്കുന്ന കോലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക്. അതുകൊണ്ട് രേണു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു ഇനി എന്നാ തുണി പറിക്കാനാണ് ഉള്ളത് അതും കൂടെ പറ. ഇനി എന്ത് പറിക്കുന്ന കാര്യം കൂടെ ഇനി പറയുന്നത്. ഞാൻ തുണി പറിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ആരും കരുതുന്നില്ല. നിങ്ങളുടെ ആരാധകരായിട്ട് കുറേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കരുതുന്നുണ്ടായിരിക്കും, അല്ലാതെ ആരും കരുതുന്നില്ല. പിന്നെ ആസ്വദിച്ചെന്നൊക്കെ ഇവർ പറയുമ്പോഴത്തേക്ക് എന്നെ ആസ്വദിക്കാനെന്ന് എനിക്കറിയാൻ മേല. ഞാൻ തന്നെയല്ല, ഒരു സ്ത്രീയുടെ ശരീരം ആസ്വദിക്കുന്ന പുരുഷന്മാരാണ്. അവർ പോലും ഇങ്ങനെയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് തുടങ്ങി. നല്ലത് കണ്ടാൽ നല്ലത് പറയുക തന്നെ ചെയ്യും, അത്രയേ ഉള്ളൂ. നിങ്ങൾ കാണിച്ച് കൂട്ടുന്നതിൻ്റെ ബാക്കിയാണ് നിങ്ങളെ മറ്റുള്ളവരുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന് കൂടെ നിങ്ങൾ ചിന്തിക്കുക. ഒരു ചോക്ലേറ്റ് തിന്നുന്ന രീതിയുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഇങ്ങനെയും തിന്നാം എന്നുള്ളത് രേണു കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ശരിയാണ്, നമ്മുടെ ഒരു വ്യക്തിയാണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു ആക്ട്രസ്സാണ് സിൽക്കി സ്മിത മാം. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമിനെ. സോ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ സിൽക്കിൻ്റെ കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ കഴിക്കാൻ പോവാണ്. സൂപ്പർ. ലിപ്സ്റ്റിക്ക് പറ്റി. ആ ചോക്ലേറ്റ് വായിലോട്ടിട്ട് മര്യാദയ്ക്കും കടിച്ച് തിന്നാൽ പോരെ? തന്നെയല്ല, ഒരു ചോക്ലേറ്റൊക്കെ തിന്നുന്ന ഇത്രയും വീഡിയോ എടുത്ത് കാണിക്കാനായിട്ട് എന്നാ ഇരിക്കുന്നു? എന്നിലും ഉണ്ട്. അവരതിലൊരു വൾഗറായിട്ട് ഇവർക്കൊരു നെഗറ്റീവ് വരാൻ വേണ്ടി തന്നെയാണ് ഇവർ ആ ചോക്ലേറ്റൊക്കെ അങ്ങനെ വായിലിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ വെച്ച് കുറേ ഡയലോഗ് അടിക്കും. നീയൊക്കെ കൂടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നീയൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്, നീ അവർക്ക് ചോക്ലേറ്റ് തിന്നാൻ മേലെ. അവർ തിന്നോട്ടെ, ഇവർ എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചുകൊണ്ട് ഈ ചോക്ലേറ്റ് തിന്നുന്നത്? മര്യാദയ്ക്ക് തിന്നാൻ ഇവർക്ക് അറിയാൻ മേലെ. രേണുവിൻ്റെ വിചാരമുണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ ആസ്വദിക്കും. നാക്കിട്ടിങ്ങിട്ട് വായിക്കത്തിട്ട് കറക്ക ചുണ്ടലെല്ലാം ഇട്ട് കറക്കി അത് കറക്റ്റ് പശുവിൻ്റെ പോത്തോ പശു അതുകൊണ്ട് അതിനായിട്ട് കാണിക്കുന്നുണ്ട്. അവർ ആ ഒരു മൃഗവും അങ്ങനെ കാണിക്കുന്നതും രേണു കാണിക്കുന്നതും ഏകദേശം ഒരുപോലെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓരോ കോലങ്ങൾ കാണിക്കുക, ഒരുപാട് തോന്നിവാസങ്ങൾ കാണിച്ച് കൂട്ടി വെച്ച് പിന്നെ ആരെങ്കിലും എന്തിനും പറയുമ്പോൾ ഒരുപാട് വിഷമമായി ഇതായി എന്ന് പണ്ട് വരുന്നുണ്ട്. പിന്നെ കലയുടെ കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് കലാകാരന്മാരെ കണ്ടിട്ടുണ്ടെന്നൊക്കെ. നിങ്ങൾ നല്ല കലാകാരന്മാർ, നിങ്ങളുടെ ഭർത്താവ് തന്നെ നല്ലൊരു കലാകാരനായിരുന്നു, എന്നിട്ടാണ് നിങ്ങൾ ഇറങ്ങിയ ചീമാതിരി ഗോഷ്ടിയും കാണിച്ച് കോലവും കാണിച്ച് നടക്കുന്നത്. അത്രയും നല്ലൊരു കലാകാരൻ്റെ ഭാര്യയായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റിയിട്ട് അറിയത്തില്ലെങ്കിൽ വേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങൾ അഭിനയിച്ചാൽ മതി. പക്ഷെ അതും നിങ്ങൾ ഒരുപാട് മോശമാക്കി നിങ്ങൾ കാണിക്കാത്ത കാര്യങ്ങളില്ല. ആ ഒരു ഷാപ്പിലെ പെണ്ണ് അതൊക്കെ ഒരു അഭിനയമായിരുന്നു നിങ്ങളുടേത് ആയിരുന്നു. അതാണ് ഒരു കലാകാരൻ കിടന്ന് കാണിക്കുന്നത്. അതായത് നിങ്ങൾ പറ. പിന്നെ അത് കഴിഞ്ഞ് വേറൊന്നും ഇറക്കിയായിരുന്നു ദാസേട്ടനോട്ടൊരു ബെഡ്റൂം സീന്. അത് ആ ഒരു ഇതിനകത്ത് ഇല്ലാത്തൊരു സീനാണ്, എന്നിട്ട് പോലും നിങ്ങളത് എടുത്ത് വെച്ചതാണ്. അതിനകത്ത് എവിടെയെങ്കിലും ഒന്ന് അത് ചേർക്കാൻ നോക്കുന്നുണ്ട്. എനിക്കറിയാൻ മേല അതെങ്ങനെ ഏത് വശം. ആ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അതിനകത്ത് തളർന്നു കിടക്കുന്ന ഭർത്താവ്, ഒരു കുഞ്ഞ്, ഇത്രയുള്ള ഒരാൾ 24 മണിക്കൂറും കണ്ടത്തിക്കൂടെ കൂട്ടുകാരുടെ കൂടെ റൗണ്ട് ചുറ്റി നടക്കുവാണ്. എന്നിട്ട് അങ്ങേര് പ്രണയിക്കുന്നു, അവളെ തേടി ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് ആ ബെഡ്റൂം സീൻ വരേണ്ടത്? അതുകൊണ്ടൊന്ന് പറ. എടുക്കുന്ന ഡയറക്ടർക്കും ബോധമില്ല, അഭിനയിക്കുന്ന നിങ്ങൾക്കും ഇല്ല, അത്രയേ ഉള്ളൂ. എന്നിട്ട് കലാകാരനാണ്, ഒരു കലാകാരൻ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളൊരു കലാകാരിയായിട്ടാണോ ഇങ്ങനെ നടന്ന് കാണിക്കുന്നത്? അയാൾ ചെയ്തതിന് ഞാൻ ഇപ്പോഴും പറയുന്നു, ന്യായീകരിക്കുമല്ല, പുള്ളി ചെയ്തതും മോശം തന്നെയാണ്. പക്ഷെങ്കിൽ ഇവരുടെ ന്യായീകരണം കേട്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. ഇതുപോലെ വന്ന് ഓൺലൈൻ മീഡിയക്കാർ ഓരോന്നും ചോദിക്കുമ്പോൾ എനിക്കത് ചെയ്ത മായാണ്, കായാണ്, തായാണ്, പായാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് കേട്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. അവരന്നേരം ഓർക്കും ഇവർക്ക് എന്നെ കാണിച്ചാലും വിഷയമില്ല, ഇവർ എന്നെ പറഞ്ഞാലും ഇവർക്ക് വിഷയമില്ല, എന്നാൽ പിന്നെ ഞാനും ഇങ്ങനെ ഒന്ന് കാണിച്ചേക്കാം എന്നൊന്ന് വിചാരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അയാൾ ചെയ്തതിനോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ ഒരു ഇതാക്കിയാലോ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ഒന്നും ആ ഒരു പടം വരച്ച് വെച്ച് നിങ്ങളെ അങ്ങനെ ഒരു ഇതാക്കിയൊന്നും ഞാൻ ന്യായീകരിക്കുമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ വന്നിച്ച് കിടന്ന് പറയുന്നതിൻ്റെ ബാക്കിയാണ്, അതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇട്ട എന്നെ അങ്ങനെ വിളിച്ചാൽ ഇങ്ങനെയാണ്, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാനത് ആസ്വദിക്കുവാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. അന്നേരം വന്ന് കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നമ്മൾ ഓരോന്നും പ്രത്യേകിച്ച്
ഈ സോഷ്യൽ മീഡിയ വന്ന് കിടന്ന് ഓരോന്നും കാണിക്കുകയും പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടില്ലെന്ന് പറയുന്നില്ല. അവരാണ് നിങ്ങൾ ഇങ്ങനെ എന്നാ കാണിച്ചാലും നിങ്ങൾ ചെയ്യുന്ന നല്ലതാണ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കും ഇത് ഭയങ്കര സംഭവമാണെന്ന് ഓർക്കും. അപ്പോൾ നിങ്ങൾ അതെടുത്ത് അതിനേക്കാൾ അപ്പുറമായിട്ട് പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്തിടും. അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നിങ്ങളെ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാൽ അലക്കി കഴിയുമ്പോഴത്തേക്ക് ഈ നല്ലതാണെന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരും ഒന്നും പിന്നെ കാണുകയില്ല. അവരങ്ങ് മുങ്ങിച്ച് പിന്നെ അവർ പൊങ്ങണമെങ്കിൽ എപ്പോഴാണെന്നറിയോ, നിങ്ങൾ പിന്നെ ഇതുപോലെ ഏതെങ്കിലും നല്ലൊരു വീഡിയോ ചെയ്യണം. നല്ല വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ വരും. എന്നിട്ട് അവിടെ ചെറുതായിട്ടൊക്കെ എന്നിലേക്ക് ഒരു ന്യായീകരിച്ച് പോകും. എല്ലാവരും നിങ്ങളുടെ ആ ഒരു വീഡിയോ, നിങ്ങൾ ആ ഒരു ചൂണ്ടിട്ട് കടിച്ചു പറിക്കില്ല എന്നൊക്കെ പറഞ്ഞ വീഡിയോ നിങ്ങൾ ചെയ്തപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നവർ പോലും നിങ്ങളെ വെറുത്ത് തുടങ്ങി. നിങ്ങൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ഇവരെ ഇഷ്ടമായിരുന്നു, ഇവരിങ്ങനത്തെ തോന്നിയാസങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് ഇവരെ ഇഷ്ടമല്ലാതായി തീരുന്നത് എന്നും വേണ്ട. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു ലെവലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സംഭവമെന്ന് പറഞ്ഞ് വന്നൊരു വ്യക്തിയല്ല. സഹതാപത്തിലൂടെ നിങ്ങൾ കയറി വന്നതാണ്. ഭർത്താവ് മരിച്ചു, 2 കുട്ടികളെ വളർത്തണം, കയറി കിടക്കാൻ വീടില്ല, അങ്ങനെ ഒരു സഹതാപത്തിൽ നിന്ന് നിങ്ങൾ കയറി വന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾ കയറി ഈ പ്രേക്ഷകർ തന്നെയാണ് നിങ്ങളെ കയറ്റിക്കൊണ്ട് വന്നത്. അവർ കയറ്റിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ചായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ തോന്നി പോലെ കിടന്ന് കാണിക്കാൻ തുടങ്ങി. അപ്പം ആ കൂടെ നിന്നവരൊക്കെ തന്നെ എതിർത്ത്. കഴിഞ്ഞ ദിവസം ഒരുത്തം വീഡിയോ ഇട്ടേക്കുന്നുണ്ട്, തന്നെ വഴിവെട്ടി വന്നതാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഏത് വഴിയാണ് വെട്ടിയത്? അതൊന്ന് പറഞ്ഞേ. എവിടുത്തെ വഴി വെട്ടി? ഒരു വഴിയും വെട്ടി വന്നതല്ല അവർ. തന്നെ വഴിവെട്ടി വന്നൊരു വ്യക്തിയുണ്ട്, ഒരു കലാകാരൻ്റെ ഭാര്യയുണ്ട്. അവർ തന്നെയല്ല, ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് സജിന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ടായിരുന്നു. അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്തും അവർ ഇതുപോലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമായിരുന്നു. അവരെ സഹായിക്കാനും ആരും ഉണ്ടായിട്ടില്ല. ഈ വഴിവെട്ടി വന്നെന്ന് പറയുന്നത് ജിജി എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ജിജി ജോഗി എന്ന് പറഞ്ഞ അവരുടെ വീഡിയോ, അതൊക്കെ വഴിവെട്ടി വന്നത് തന്നെയാണ്. തന്നെ വഴിവെട്ടി വന്നതാണ്. അവർക്കൊന്നും ആരും വഴിവെട്ടി കൊടുത്തിട്ടില്ല. രേണുവിന് അങ്ങനെയല്ല. രേണുവിന് വഴി വെട്ടേണ്ട പോയിട്ട് വഴിയിലുണ്ടായിരിക്കുന്ന ഒരു പോച്ച പോലും പറിച്ച് രേണുവിന് കയറി വരേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ അവിടെ ഇച്ചിരി കാട് നിൽക്കുന്നതൊന്ന് പറിച്ചേച്ച കൊണ്ട് കയറിപ്പോൾ അങ്ങനെ വരേണ്ടി വന്നിട്ടില്ല. രേണുവിന് വഴിവെട്ടി കൊടുക്കാനും ആളുണ്ടായിരുന്നു. രേണുവിന് എല്ലാ കാര്യങ്ങൾക്കും ആളുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് വന്നാണ്. രേണു നിൽക്കുന്ന അവസ്ഥ ഏതാണെന്ന് നിങ്ങൾക്കറിയത്തില്ലെന്ന്. ഈ അവസ്ഥ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതാണ്, അല്ലാതെ വേറെ ആരും ചെയ്തതെന്നല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ദുഃഖത്തോടു കൂടി വന്ന് പറയേണ്ടി വരുന്നത് നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ്. നിങ്ങൾ വീഡിയോ ചെയ്യുക, വേണ്ടെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു സബിനകത്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം, എന്നതെല്ലാം ചെയ്യാം. നിങ്ങൾക്ക് പാടാനറിയാലോ, വലിയ തരവില്ല, കുഴപ്പമില്ല. നിങ്ങൾ പാട്ട് പാടുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് പാട്ട് പാടാമല്ലോ. അങ്ങനെ എന്നെല്ലാം കാര്യങ്ങൾ കാണിക്കാം. എല്ലാം കാണിച്ചേച്ച് പറയുക ഞാൻ തുണി ഊരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതാണ്. ഇത് എന്നതാ പറയുക, എല്ലാം വലിച്ചും തുറന്നും പൊക്കിയും കാണിച്ചേച്ച് പറയുകയാണ് ഞാൻ തുണി ഊരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഓരോ പേരുകളിട്ട് ഓരോരുത്തർ വന്ന് വിളി. നമ്മുടെ വില കളയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ എങ്ങനെ നിൽക്കുന്നു, ഇതിനേക്കാൾ നല്ലതായിട്ട് നിൽക്കുന്നതാണ് ലാലേട്ടനും മമ്മൂക്കയൊക്കെ. അവർക്കൊക്കെ എന്നൊരു ചെറിയ പ്രശ്നം വന്നാൽ മതി, എടുത്തിട്ട് ഓരോ കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കോലങ്ങൾ കാണിച്ചാൽ ആരെങ്കിലും നിങ്ങളെ ഒന്നും പറയാതിരിക്കുമോ? ശരിക്കും പറയും. കാര്യം രേണുവിൻ്റെ വീഡിയോ ഞാൻ എടുക്കേണ്ടതെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ കണ്ണ് കാണാൻ മേലാത്ത കുറേ മനുഷ്യരുണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയുന്നതല്ല അവർ കേൾക്കുന്നത്, അതിനല്ല അവർ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ കുറേ പേരുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടാണ്ടല്ലോ, ആർക്ക് കണ്ണ് കാണത്തില്ലെന്ന് പറഞ്ഞാലും ആര് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. ഞാനെടുത്ത് വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് വില്ലേലും ഉണ്ടെങ്കിലും എന്നാണേലും ഇവരുടെ വീഡിയോ എടുത്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാനിവരെ സപ്പോർട്ട് ചെയ്ത് പറയാനൊന്നും വന്നൊന്നല്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് യാതൊരു സപ്പോർട്ട് ഉണ്ടാകത്തില്ല. പിന്നെ ഒരാളെ കളിയാക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഒരേപോലെ വലിയ സുന്ദരിമാരും ഒന്നുമല്ല. പലർക്കും പല സൗന്ദര്യങ്ങളാണ്. പിന്നെ മുഖത്തെ സൗന്ദര്യമല്ല ഒരു മനുഷ്യൻ്റെ, ഉള്ളിലെ സൗന്ദര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതിനാണ് നമ്മൾ അഭിപ്രായം പറയേണ്ടത്. നിങ്ങൾ തന്നെ കാണിച്ചു കൂട്ടിയ കാര്യത്തിനാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാണ് ഡയറി മിൽക്കും മറ്റതും മറിച്ചതും ഒക്കെ വലിച്ചു വാരി ഗോഷ്ടി കാണിച്ച് തിന്ന് നാട്ടുകാരെ കൊണ്ട് നെഗറ്റീവ് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് ശബ്ദം ചെയ്തിറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞ് ഇവർ ഒരു മൂലയ്ക്ക് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർ പിന്നെ പതിയെ പിന്നെയും വരും എന്നതിലൊക്കെ കാര്യങ്ങൾ കൊണ്ട്. അത് കഴിഞ്ഞ് പറയുന്നതിന് തൊട്ട് പുറകെ ഇവർ അടുത്ത സംഭവം എടുത്തിട്ടിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഫോട്ടോ ഉണ്ട്, നിങ്ങൾ അത് ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. എന്നാണേലും കളിയാക്കുന്നു, എന്നെ നേരിട്ട് കാണുന്നവരാരും എന്നെ കുറ്റം പറയുകയില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് രശ്മിയുടെ ആ ഒരു ഇതിനകത്ത് ഈ സബിനകത്ത് ഓരോ കോലങ്ങൾ കാണിക്കുന്ന ഉൾമാർ പുറത്തിറങ്ങി കഴിഞ്ഞ് നടക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള അടിമേടിച്ച് കിട്ടുന്നത്. നിങ്ങളെ ഇനാഗുറേഷന് വിളിച്ചവരെ മുഴുവനും എത്രയോ കമൻറ്റിൽ ആൾക്കാർ ചീത്ത വിളിക്കുന്നുണ്ട്. എത്രയോ കമൻറ്റുകൾ ഞാൻ കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇതിൽ തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെയാണെന്ന് വെച്ച് എത്രയോ. ഇവളെയൊക്കെ എന്നത്തിനാണ് നിങ്ങൾ വിളിച്ചത്, നിങ്ങളെപ്പോലുള്ളവരൊക്കെയാണ് ഇവളെ ഉയർത്തിക്കൊണ്ട് വന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ കോലമൊക്കെ കാണിക്കുന്നത് എന്നും പറഞ്ഞിട്ട് എത്ര മോശമായിട്ടാണ് നിങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ആ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച ആ കടക്കാരെ കൂടെയാണ് ചീത്ത വിളിക്കുന്നത്. അവരുടെ ഒരു ഗതികേട് നോക്കിയാണ്, അവരുടെ കയ്യിലെ പൈസ മുടക്കി അവർ നിങ്ങളെ വിളിച്ചൊരു ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തെരുവിളി എന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്ത് വയ്ക്കും. നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളതിൽ ആർക്കെങ്കിലും തെരുവിളി കേൾക്കാത്തവരുണ്ടോ? ആരെങ്കിലും തെരുവിളി കേൾക്കാത്തതുണ്ടോ? സജിനെ എന്തോരം കേൾക്കുന്നു, ശ്രീതു എന്തോരം കേൾക്കുന്നു, പിന്നെ കോമളം എന്ന് പറഞ്ഞവർ എന്തോരം തെറി കേൾക്കുന്നു.
നിങ്ങൾക്ക് പെര വെച്ച് തന്ന ഫിറോസ് എന്തോരം തെറി കേട്ട്, അതുപോലെ തന്നെ വിഷബിനി ആരില്ല എന്തെല്ലാം നെഗറ്റീവ് പറഞ്ഞ് നിങ്ങൾക്ക് സ്ഥലം കൊടുത്തെന്നും പറഞ്ഞോട്ട്. അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്കിട്ട് എല്ലാം പണി കിട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കാണിക്കുന്ന കോലത്തിൻ്റെയാണ്, നിങ്ങൾ കാണിച്ചു വെക്കുന്ന തോന്നിവാസത്തിൻ്റെയാണ് അവരെല്ലാം ചീത്തവിളി കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ കാണിക്കുന്ന സൽപ്രവൃത്തി കണ്ടിട്ടല്ല അവർ ചീത്ത. പിന്നെ ഈ സബ്ബിൽ നിന്ന് പൈസ കിട്ടിയാൽ അനാഥാലയത്തിന് അതിനൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, എല്ലാം ചെയ്തോ? അല്ല, പബ്ലിക്ക് വന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലല്ലോ എനിക്കൊന്നുമില്ല. ഭയങ്കര ഡയലോഗ് ഒന്ന് അടിക്കുന്നത് കേട്ട് അവിടെ കൊടുക്കും. നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യല്ല. കാര്യം നിങ്ങൾക്ക് 10 പൈസ നിങ്ങൾ കളയാത്ത വ്യക്തിയാണ്. നിങ്ങൾക്ക് പൈസയോടുള്ള ആർത്തിയാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിച്ചേക്കുന്നത്. അല്ലാതെ ജീവിക്കണം അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കണം അങ്ങനെയല്ല നിങ്ങൾ ചിന്തിച്ചേക്കുന്നത്. നിങ്ങൾക്ക് പൈസയിലുള്ള ആർത്തി മൂത്താണ് നിങ്ങൾ ഇങ്ങനെ അയക്കുന്നത്. ഇതേ ഒരു മോശം അവസ്ഥയിലൊക്കെ അയക്കുന്നത്. എന്നാണേലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അത് നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ. രേണുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, മറന്നുപോയി. പഠിച്ചു വെക്കണമെന്ന് ഓർത്തായിരുന്നേ. നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അങ്ങ് ക്ഷമിക്കുന്നു. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ കണ്ട് ആരും തോന്നില്ലേ എന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ ഹൈപ്പൊക്കെ തീർന്ന് കാണുമായിരിക്കും ഇപ്പോൾ. അതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹൈപ്പും കൂടെ നമുക്ക് തന്നേര്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.